വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വാട്ടർമെലൺ റെസിപ്പിയാണ്. നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. ഇത് ചൂടിനും നോമ്പിനും ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. നമ്മളിത് തണ്ണിമത്തിനും പാലും ഒക്കെ ചേർത്തൊരു വാട്ടർമെലൺ മിൽക്ക് ഷേക്കാണ്. പക്ഷേ ഇതിലൊരു കാര്യം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാകും. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയം റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അധികം വ്യൂവേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളിതൊന്നുകൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചെറിയ മീഡിയം സൈസിലുള്ള തണ്ണിമത്തൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. പശുമ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മധുരത്തിനായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. തണ്ണിമത്തൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് 1 ടേബിൾ സ്പൂൺ നന്നാരി സിറപ്പ്, അതായത് നാരങ്ങ നമ്മുടെ നാരങ്ങ വെള്ളത്തിലേക്ക് ചേർക്കുന്ന നന്നാരി സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റിയാണ്, നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇത് ഇത്രയും നമുക്ക് കുറച്ച് ഐസും അല്ലെങ്കിൽ ഐസ് വാട്ടറും ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. കുരുവില്ലാതെ അടിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആവുന്നത്ര കുരുക്കളൊക്കെ ഒന്ന് എടുത്ത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പണ്ട് ഷോർട്സ് ആയിട്ട് ഇതേ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര ഇഷ്ടമുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ സമ്മറായപ്പോൾ ഞാനിത് വീണ്ടും ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചിയ സീഡ്സോ അല്ലെങ്കിൽ കസ്കസോ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ കുതിർന്ന് കിട്ടാനായിട്ട് ഇട്ട് വെക്കണം. ഇത് ഓപ്ഷണലാണ്. ഇതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാണാനുള്ളൊരു ഭംഗിക്കും പിന്നെ കുറച്ച് ഫില്ലിങ്ങുമാണ് ചിയ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നത്. ഹെൽത്തിയാണ്, അതുകൊണ്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സിറപ്പിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് സിറപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. എങ്കിലും നന്നാരി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ വാട്ടർമെലൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം. പുതിയ റെസിപ്പിയുമായിട്ട് അല്ലെങ്കിൽ ഒരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.